കേരള കോൺഗ്രസ് എം പിളർപ്പിലേക്ക് എന്ന് ഏതാണ്ട് ഉറപ്പിക്കുകയാണ്. ജോസ് കെ മാണിക്കൊപ്പമെന്ന് 3 MLA-മാർ പറയുന്നു. LDF-ൽ തുടരാൻ ഉറച്ച റോഷി അഗസ്റ്റും തുടരുമെന്ന FB പോസ്റ്റ് ഇട്ടിരിക്കുന്നു. പ്രമോദ് നാരായണൻ MLA-യും മുഖ്യമന്ത്രിക്കൊപ്പമുള്ള ഫോട്ടോ പങ്കുവച്ചു. റഷീദ് വിവരങ്ങളുമായി. റഷീദ്, ഇന്നിപ്പോൾ വന്നിരിക്കുന്ന ഫേസ്ബുക്ക് പോസ്റ്റുകൾ പ്രധാനമാണ്. എന്താണ് ലഭിക്കുന്ന സൂചന? ഇപ്പോൾ ജോസ് കെ മാണിക്കൊപ്പം ആരൊക്കെയുണ്ട്? കഴിഞ്ഞ ദിവസം ഈ പറഞ്ഞ റോഷി അഗസ്റ്റിന്റെ വീട്ടിൽ ചേർന്ന പാർലമെന്ററി പാർട്ടി യോഗത്തിൽ മുന്നണി വിടണം എന്നുള്ള ആവശ്യം വലിയ തോതിൽ ഉയർന്നു എന്നല്ലേ നമുക്ക് കിട്ടിയ വിവരം? സ്മൃതി, മുന്നണി വിടുന്നു എന്നത് ഒരു യാഥാർത്ഥ്യത്തിലേക്ക് അടുക്കുകയാണ് എന്ന് കേരള കോൺഗ്രസ് എമ്മിലെ നേതാക്കൾ മുഴുവൻ പറയുന്നുണ്ട്. അപ്പോൾ ആദ്യഘട്ടമെന്ന നിലയിൽ ആരൊക്കെ ഒപ്പമുണ്ടാകും എന്ന് MLA-മാരുടെ മനസ്സറിയാനുള്ള നീക്കം ജോസ് കെ മാണിയുടെ ഭാഗത്ത് നിന്ന് ഇന്നലെ ഉണ്ടായിട്ടുണ്ട്. 5 MLA-മാരോടും എന്താണ് നിലപാട് എന്ന് പാർട്ടി നേതൃത്വം അറിയുകയും ചെയ്തു. അതിൽ നമ്മൾ മനസ്സിലാക്കുന്നതനുസരിച്ച് ഇപ്പോൾ ഫേസ്ബുക്ക് പോസ്റ്റ് മുഖ്യമന്ത്രി പിണറായി വിജയനൊപ്പം നിൽക്കുന്ന തുടരും എന്നിട്ട റാന്നി MLA പ്രമോദ് നാരായണൻ അടക്കമുള്ള 4 പേരും പാർട്ടി ചെയർമാൻ എന്ത് തീരുമാനമാണോ എടുക്കുന്നത് ആ തീരുമാനത്തിനൊപ്പം ഞങ്ങൾ ഉണ്ടാകും എന്ന മറുപടിയാണ് നൽകിയത് എന്നാണ് കേരള കോൺഗ്രസ് എം നേതൃത്വത്തിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കുന്നത്. ചീഫ് വിപ്പായ കാഞ്ഞിരപ്പള്ളി MLA പ്രൊഫസർ N ജയരാജ്, പൂഞ്ഞാർ MLA സെബാസ്റ്റ്യൻ കുളത്തിങ്കൽ, ചങ്ങനാശ്ശേരി MLA ജോബ് മൈക്കിൾ, ഒപ്പം റാന്നി MLA പ്രമോദ് നാരായണൻ എന്നിവരാണ് ഒപ്പമുണ്ടാകും എന്ന് അറിയിച്ചു എന്നാണ് നേതാക്കളിൽ നിന്ന് മനസ്സിലാക്കുന്നത്. പക്ഷേ ഇടുക്കി MLA-യും മന്ത്രിയുമായ റോഷി അഗസ്റ്റിൻ LDF വിട്ട് ഈ ഘട്ടത്തിൽ പോകരുത് എന്ന നിലപാട് തന്നെ അദ്ദേഹം എടുത്തു. അതുകൊണ്ട് തന്നെ കേരള കോൺഗ്രസ് നേതൃത്വം കരുതുന്നത് മുന്നണി മാറ്റം ഉടൻ ഉണ്ടായാൽ റോഷി അഗസ്റ്റിനെ UDF-നൊപ്പം കിട്ടില്ല എന്ന ഒരു വിലയിരുത്തൽ പാർട്ടിയുടെ നേതൃത്വത്തിനുണ്ട്. അതായത് സാധാരണഗതിയിൽ കേരള കോൺഗ്രസിനെ പറയുന്നത് വളരും തോറും പിളരുന്ന പാർട്ടി, പിളരും തോറും വളരുന്ന പാർട്ടിയാണെന്നാണ്. അങ്ങനെ വന്നാൽ ഇത്തവണയും ഒരു പിളർപ്പുണ്ടാകും എന്നാണ് മനസ്സിലാക്കുന്നത്. പക്ഷേ ഇപ്പോൾ റാന്നി MLA-യുടെ ഫേസ്ബുക്ക് പോസ്റ്റ് തുടരും എന്നത് അദ്ദേഹത്തിൻ്റെ നിലപാട് കൂടി റോഷി അഗസ്റ്റിനൊപ്പമാണോ എന്ന സംശയം നൽകുന്നുമുണ്ട്. കഴിഞ്ഞ ബുധനാഴ്ച റോഷി അഗസ്റ്റിന്റെ വസതിയിൽ പാർലമെന്ററി പാർട്ടി യോഗം കൂടിയിരുന്നു. ആ യോഗത്തിൽ പ്രധാനമായും മുന്നണി മാറ്റം തന്നെയാണ് പ്രധാന ചർച്ചാ വിഷയമായത്. ആ സമയത്ത് 2 MLA-മാർ ജോബ് മൈക്കിളും സെബാസ്റ്റ്യൻ കുളത്തിങ്ങളും മുന്നണി മാറുന്നതാണ് നിലവിലെ രാഷ്ട്രീയ സാഹചര്യത്തിൽ കേരള കോൺഗ്രസ് എമ്മിന് നല്ലത് എന്ന കാര്യം പറഞ്ഞിരുന്നു. അന്ന് അതിനോട് പോസിറ്റീവായോ നെഗറ്റീവായോ ജോസ് കെ മാണി പ്രതികരിച്ചിരുന്നില്ല. നമുക്ക് നോക്കാം എന്ന മറുപടി മാത്രമാണ് അദ്ദേഹം നൽകിയത്. അതിനുശേഷമാണ് ജോസ് കെ മാണിയുടെ മനസ്സ് UDF-നൊപ്പമാണ് എന്ന് ഏതാണ്ട് മനസ്സിലാക്കാൻ പറ്റുന്ന നീക്കങ്ങളുണ്ടായത്. 2 LDF യോഗങ്ങൾ ഈ അടുത്ത് നടന്നു. സാധാരണഗതിയിൽ LDF യോഗത്തിൽ അവരുടെ പാർട്ടിയുടെ ഓഫീസ് ചുമതലയുള്ള ജനറൽ സെക്രട്ടറി സ്റ്റീഫൻ ജോർജിനൊപ്പം സാധാരണഗതിയിൽ പങ്കെടുക്കുന്നത് ജോസ് കെ മാണിയാണ്. പക്ഷെ അവസാനം ചേർന്ന 2 LDF യോഗത്തിലും ജോസ് കെ മാണി പങ്കെടുത്തിട്ടില്ല. അതിനുശേഷമാണ് ഇന്നലെ നടന്ന LDF-ന്റെ പരിപാടി മുഖ്യമന്ത്രി പിണറായി വിജയൻ പങ്കെടുക്കുന്ന സത്യാഗ്രഹ സമരം. ആ സമരത്തിൽ നിന്നും വിട്ടുനിന്നു. ആ സമരത്തിൽ പങ്കെടുക്കില്ല എന്ന് LDF നേതൃത്വത്തെ ജോസ് കെ മാണി അറിയിച്ചിട്ടുമില്ല. എന്ന് മാത്രമല്ല, എന്തുകൊണ്ട് ജോസ് കെ മാണി പങ്കെടുത്തില്ല എന്ന ചോദ്യത്തിന് കൃത്യമായ ഉത്തരം റോഷി അഗസ്റ്റിന് നൽകാനും കഴിഞ്ഞില്ല. കേരള കോൺഗ്രസ് എമ്മിന്റെ നേതാക്കളോട് സംസാരിക്കുമ്പോൾ എവിടെയാണ് ജോസ് കെ മാണി ഉള്ളതെന്ന് കൃത്യമായി അവർക്ക് പോലും, ഏറ്റവും പ്രധാനപ്പെട്ട നേതാക്കളോട് സംസാരിക്കുമ്പോൾ പോലും അവർക്ക് പോലും വ്യക്തതയില്ല എന്നാണ് മനസ്സിലാക്കുന്നത്. ചിലർ ദുബൈയിലെന്നും ചിലർ ഡൽഹിയിലെന്നും പറയുന്ന ഒരു സാഹചര്യമാണുള്ളത്. പക്ഷേ കേരള കോൺഗ്രസ് എമ്മിന്റെ നേതാക്കളോട് സംസാരിക്കുമ്പോൾ മുന്നണി മാറ്റം ഉടൻ ഉണ്ടാകും, ചില ഉറപ്പുകൾ UDF-ന്റെ ഭാഗത്ത് നിന്ന് ഇതിനകം കിട്ടി എന്നാണ്. അപ്പോൾ കേരള കോൺഗ്രസിൽ വീണ്ടും ഒരു പിളർപ്പുണ്ടാകുമോ എന്നുള്ളതാണ് ഇനി അറിയേണ്ടത്. ജോസ് കെ മാണിയുമായി ചർച്ചകൾ നടത്തിയിരിക്കുന്നു കോൺഗ്രസ് നേതൃത്വം എന്നുള്ള വിവരങ്ങൾ കൂടി ഈ ഘട്ടത്തിൽ പുറത്തുവരികയാണ്.